ഡാന്യൂബ് നദിയുടെ മുത്ത് എന്നും കിഴക്കിന്റെ പാരീസ് എന്നും അറിയപ്പെടുന്ന യൂറോപ്പിലെ ഒരു മനോഹരമായ നഗരമുണ്ട്. അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. റോയൽ ഹിസ്റ്ററി, മോഡേൺ നൈറ്റ് ലൈഫ്. വെൽക്കം ടു ബുഡാപെസ്റ്റ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈൽസ് ആൻഡ് മെമ്മറീസ് ബൈ ധന്യ. ആദ്യം ഒരു കാര്യം പറഞ്ഞുതരാം. ഈ സിറ്റിയുടെ പേര് വെറുതെ അങ്ങ് വന്നതല്ല. ഡാന്യൂബ് നദിയുടെ ഒരു വശത്ത് ബുഡായും മറുവശത്ത് പെസ്റ്റുമാണ്. ഇത് രണ്ടും കൂടി ചേർന്നാണ് ബുഡാപെസ്റ്റ് ആയത്. ഹംഗറിയുടെ തലസ്ഥാനമാണ് ബുഡാപെസ്റ്റ്. തലസ്ഥാനം എന്ന് പറയുന്നതിന്റെ ഒരു പ്രൗഢി അവിടെ നമുക്ക് കാണാൻ പറ്റും. ആ വലിയ കെട്ടിടമാണ് ഇവിടത്തെ പാർലമെന്റ്. രാത്രിയിൽ ഇതിന്റെ ഭംഗി കാണണം. സ്വർണം പൂശിയ പോലെ ഇരിക്കും. ബുഡാപെസ്റ്റ് പാർലമെന്റിന്റെ മുൻപിൽ ഡാന്യൂബ് റിവറിന്റെ കരയിൽ കാണുന്ന ഈ ചെരുപ്പ് രൂപങ്ങൾ, ഇത് വേൾഡ് വാർ സെക്കൻഡ് സമയത്ത് കൊല്ലപ്പെട്ട നിരപരാധികളായ ജൂതജനങ്ങളെ ഓർക്കാനാണ്. ബുഡാപെസ്റ്റിൽ ഞങ്ങൾ എയർബിഎൻബി എടുത്തായിരുന്നു സ്റ്റേ. അവിടെ കാറ് പാർക്ക് ചെയ്ത് പബ്ലിക് ട്രാൻസ്പോർട്ട് എടുത്തായിരുന്നു ബാക്കി അവിടുത്തെ യാത്ര. ആദ്യം ഞങ്ങൾ മെട്രോ ട്രെയിൻ എടുത്താണ് പാർലമെന്റ് കാണാൻ പോയത്. അവിടെ മെട്രോ ട്രെയിൻ ഡാന്യൂബ് റിവറിന്റെ താഴെ കൂടെയാണ് മറുവശത്തേക്ക് പോകുന്നത്. അതും എനിക്കൊരു അത്ഭുതമായിരുന്നു. പിന്നെ അവിടെ ഞങ്ങൾ കണ്ടത് ചെയിൻ ബ്രിഡ്ജ്. അതിന്റെ മുകളിലൂടെ നടന്നാൽ രണ്ടു വശത്തേക്കുള്ള വ്യൂ ഗംഭീരമാണ്. ഞങ്ങൾ ഡേ ടൈമിൽ പോയപ്പോൾ ഭയങ്കര തിരക്കായിരുന്നു. എന്നാലും അവിടുത്തെ ആ ഒരു കാഴ്ചയിൽ ആ തിക്കും തിരക്കും ഒന്നും പ്രശ്നമല്ലായിരുന്നു. ബുഡാപെസ്റ്റ് വിന്ററിലും സമ്മറിലും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ്. എനിക്ക് ബുഡാപെസ്റ്റ് കണ്ടിട്ട് തോന്നിയ ഒറ്റ കാര്യം, ഈ സ്ഥലം കാണേണ്ട ഒരു സമയം എന്ന് പറയുന്നത് രാത്രിയിലാണ്. അങ്ങ് തിളങ്ങി നിൽക്കുവല്ലേ. രാത്രി ഞങ്ങൾ പോയപ്പോൾ ഒട്ടും തിരക്കില്ലായിരുന്നു. പാർലമെന്റ് ലൈറ്റ് എല്ലാം ഇട്ട് രാത്രി കാണാൻ ക്ലാസ് ആയിരുന്നു. അതുപോലെ ആ ബ്രിഡ്ജും ലൈറ്റ് എല്ലാം ഇട്ട് ആഹാ, എന്തായിരുന്നു ഒരു കാഴ്ച. അങ്ങനെ അതെല്ലാം കണ്ടു നടന്നിട്ട് സമയം പോയതറിഞ്ഞില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഞാൻ കണ്ട കാഴ്ചകളെല്ലാം നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചു.